വീടുകളിൽ കയറുമ്പോൾ ആളുകളുടെ റെസ്പോൺസ് എന്താണ്? മുട്ടടയിലെ ആളുകളുടെ റെസ്പോൺസ് എന്താണ്? ആളുകളെല്ലാം ഭയങ്കര പോസിറ്റീവ് റെസ്പോൺസ് ആണ്. കാരണം ഈ പറഞ്ഞ പോലെ സമൂഹ മാധ്യമങ്ങളിൽ നിന്നും എല്ലാം നമുക്ക് കിട്ടിയ ഒരു റെസ്പോൺസ് ഉണ്ട്. അതായത് ആ ഒരു പോസിറ്റീവ് പിന്തുണ കൊണ്ട് നമുക്ക് ജനങ്ങളിലേക്ക് കാര്യങ്ങളെല്ലാം തന്നെ എത്തിക്കാനായിട്ട് സാധിച്ചു. എല്ലാവരും ലൈവായി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു നമുക്ക് എന്താണ് സംഭവിച്ചത്. കാരണം ഈ ഒരു പ്രശ്നം വരുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും അറിഞ്ഞു നമ്മൾ മത്സരിക്കുന്നുണ്ട്, നമ്മൾ ഫസ്റ്റ് റൗണ്ട് വർക്ക് ഓൾമോസ്റ്റ് കഴിഞ്ഞിരുന്നു. അപ്പോൾ ആളുകൾ ചോദിച്ചു തുടങ്ങി എന്ത് പറ്റി. അത് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്ന ആളുകളുണ്ട്, നമുക്ക് വേണ്ടി ഓരോ കാര്യങ്ങളും അപ്ഡേറ്റ് തിരക്കിക്കൊണ്ടിരുന്ന ആളുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ പോസിറ്റീവ് റെസ്പോൺസ്. എത്ര വോട്ടർമാരുണ്ട് വൈഷ്ണയുടെ? 6000-ഓളം വോട്ടർമാരുണ്ട്. അതിൽ ഈ കൃത്യമായി കിട്ടത്തില്ല എന്ന് ഉറപ്പുള്ള വോട്ടുകളുണ്ടല്ലോ, BJPയും CPM, അവിടെയൊക്കെ പോകുന്നുണ്ടോ? ആ വീടുകളും പോകുന്നുണ്ടോ? നമ്മളങ്ങനെ രാഷ്ട്രീയം നോക്കാതെ എല്ലാ ആളുകളിലേക്കും എത്തുക എന്നുള്ളതാണ് നമ്മൾ പേഴ്സണലി വെക്കുന്ന ഒരു അജണ്ട എന്ന് പറയുന്നത്. കാരണം രാഷ്ട്രീയത്തിൽ ഉപരിയായിട്ട് ജനാധിപത്യം വിജയിച്ചു നിൽക്കുന്ന ഒരു വാർഡാണ് മുട്ടട നിലവില്. അപ്പൊ അതുകൊണ്ട് ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ അങ്ങനെ രാഷ്ട്രീയം നോക്കാതെ എല്ലാവരിലേക്കും എത്തുക എന്നുള്ളതാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ജനങ്ങൾ പറയുന്നുണ്ടോ ഇപ്പം ഈ നേരത്തെയൊക്കെ ചെയ്യാത്തവരെ, കോൺഗ്രസ് വോട്ട് ചെയ്യാത്തവരെല്ലാം പറയുന്നുണ്ടോ വോട്ട് ചെയ്യുമെന്ന് പറയുന്നുണ്ടോ അവിടെ ചെല്ലുമ്പോൾ? തീർച്ചയായും. കാരണം ചിലര് പാർട്ടി നോക്കാതെ വോട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. നമുക്കറിയാം എല്ലാ സമൂഹത്തിലും നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അവര് എന്തായാലും ഇത്തവണ മോൾക്ക് ചെയ്യും, കാരണം ഞങ്ങളും പ്രാർത്ഥിച്ചിരുന്നു എന്ന് പറയുന്ന ആളുകളുണ്ട്. പിന്നെ പാർട്ടി ഉള്ള ആളുകൾ തന്നെ, അതായത് വ്യത്യസ്തമായിട്ടുള്ള പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആളുകൾ തന്നെ ഇത്തവണ ഞങ്ങളൊന്ന് മാറ്റി ചിന്തിക്കുന്നുണ്ട് എന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പൊ നമുക്ക് അതൊക്കെ കേൾക്കുമ്പോൾ വളരെ സന്തോഷമാണ്.